2024 നീറ്റ് റിസൾട്ട് പബ്ലിഷ് ചെയ്തതിന് ശേഷം ആൽഫയുടെ അഭിമാനമായി മാറിയ ഒരു മിടുക്കനാണ് നിൽക്കുന്നത്, ഡെനിൽ ഐസക്. അപ്പോൾ ആദ്യം തന്നെ കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. അപ്പോൾ എന്താ നിങ്ങളോട് പറയാനുള്ളത്? ഭയങ്കര സന്തോഷമുണ്ട്. ഇപ്പോൾ എക്സാമിൻ്റെ ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു. എന്തായാലും ഭയങ്കര സന്തോഷമുണ്ട്. പാരൻസൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ഈ നീറ്റ് ആസ്പിറൻസിനോട് എന്താ പറയാനുള്ളത്? ഹാർഡ് വർക്ക് തന്നെയാണ്. ഇപ്പോൾ നല്ലോണം കഷ്ടപ്പെട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഉറപ്പായിട്ട് അതിൻ്റെ റിസൾട്ട് കിട്ടും. അത് തന്നെയാണ് എല്ലാവരോടും പറയാനുള്ളത്. നമ്മൾ എത്ര മാർക്ക് താഴെ കടന്ന ആയാലും ഹാർഡ് വർക്ക് നല്ലോണം ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും കിട്ടും ആ ഒരു വിജയം. അപ്പോൾ ഈ റിസൾട്ടിൻ്റെ ക്രെഡിറ്റ് ആർക്കാ കൊടുക്കുന്നത്? ടീച്ചർമാർക്കും പിന്നെ പാരൻസിനും എല്ലാവർക്കും, മൊത്തം ആൽഫ ഫാക്കൽറ്റീസ് എല്ലാവർക്കും തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ആൽഫ അക്കാഡമിയിലായിരുന്നു അല്ലേ? അതെ അതെ. അപ്പോൾ എന്താണ് ആൽഫ അക്കാഡമിയെ പറ്റി പറയാനുള്ളത്? ആൽഫ അക്കാഡമി വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എല്ലാ കാര്യത്തിനായിട്ടും. ടീച്ചേഴ്സും എല്ലാ ഫാക്കൽറ്റീസും എല്ലാവരും നല്ല സപ്പോർട്ട് തന്നെയായിരുന്നു. എക്സാംസിൻ്റെ കാര്യമായിക്കോട്ടെ എന്തിനായാലും നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഒരു ഡെയിലി എക്സാംസ് ഉണ്ടായിരുന്നു, മന്ത്ലി എക്സാംസ് ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ആയിട്ട് പല സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഓരോരോ പ്രോഗ്രസ് അവർ മെഷർ ചെയ്ത് അവർ പറയുന്നുണ്ടായിരുന്നു ഓരോരോ കാര്യങ്ങൾ. അങ്ങനെ എല്ലാം കൊണ്ടും ആൽഫയിൽ നല്ലൊരു ക്യാമ്പസ് ലൈഫ് പോലെയായിരുന്നു. ഫ്രണ്ട്സും ഹോസ്റ്റൽ ഫെസിലിറ്റീസും എല്ലാം നല്ലതായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് ഡെനിലിന് പറയാനുള്ളത്. അപ്പോൾ ഡെനിലിൻ്റെ അച്ഛൻ നമ്മുടെ കൂടെ ഉണ്ട്. ഒത്തിരി സന്തോഷത്തിലാണെന്നറിയാം. ഡെനിൽ ഐസക്കിൽ നിന്നും ഡോക്ടർ ഡെനിലിലേക്ക് കടക്കുകയാണ്. അപ്പോൾ എന്താ അച്ഛന് പറയാനുള്ളത്? സത്യം പറഞ്ഞാൽ ഈ നിമിഷം ഭയങ്കര സന്തോഷമാണ്. അത് ഞങ്ങളെല്ലാവരും വളരെ ഹാപ്പിയാണ്. +2 കഴിഞ്ഞതിന് ശേഷം ഇനി അടുത്തത് എന്തെന്ന് ആലോചിച്ചപ്പോൾ ഞങ്ങൾ മോൻ തന്നെ പറഞ്ഞതിനൊക്കെ ഞാൻ എൻട്രൻസ് എഴുതാം. അങ്ങനെ ഞാനത് ആൽഫയിൽ കൊണ്ടുവന്ന് ചേർക്കുമ്പോൾ തന്നെ എനിക്ക് അവിടുത്തെ ആ അറ്റ്മോസ്ഫിയറും എല്ലാം കണ്ട് അവർ ടീച്ചേഴ്സിൻ്റെ സമീപനവും എല്ലാം കണ്ടു കഴിയുമ്പം വളരെ ഹാപ്പിയായി. കുഴപ്പമൊന്നുമില്ല, നല്ലൊരു ഗൈഡൻസ് കിട്ടും എന്നുള്ള ഒരു വിശ്വാസം. പക്ഷെ അത് എൻ്റെ വിശ്വാസം എന്നെ അതുപോലെ തന്നെയായിരുന്നു. അവിടെ നല്ല കെയർ ആയിരുന്നു. ഓരോ ടീച്ചേഴ്സ് വിളിച്ചിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അവരുടെ മോൻ്റെ പഠിത്തത്തിൻ്റെ പ്രോഗ്രസ് അറിയിക്കുക. പിന്നെ ഫുൾ എന്താ പറയുക, ഞാൻ വളരെ ഹാപ്പിയായി. അവിടെ ചെന്നിട്ട് ഇതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ലായിരുന്നു. കാരണം എല്ലാം അപ്ഡേറ്റ് ചെയ്ത് തരും. പിന്നെ ഏറ്റവും വളരെ ഒരു ഹോംലി അറ്റ്മോസ്ഫിയർ ആണെന്ന് തന്നെ മോൻ പറയാറുണ്ട്. ചില ടീച്ചർ എന്ന് പറയുമ്പോൾ ഒരു ടീച്ചർ പറയുന്നത് ഇതെൻ്റെ മോനാണെന്നാണ് പറഞ്ഞത്. അനിയൻ്റെ ഇതുള്ളൂ, പക്ഷേ അവനെ നന്നായിട്ട് ഓരോരുത്തരും വളരെ കെയർ ചെയ്തു. അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് സന്തോഷമായി. കഴിഞ്ഞ ടീച്ചേഴ്സ് മീറ്റിങ്ങിന് തന്നെ പാരൻറ്റ് ടീച്ചേഴ്സ് മീറ്റിങ്ങിന് വന്നപ്പോൾ തന്നെ എല്ലാവരെയും കണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും അവനോടുള്ള ആ ഒരു സ്നേഹം, അവനോടൊന്ന് മാത്രമല്ല ഓരോ കുട്ടികളെ അങ്ങനെ കെയർ ചെയ്തു എന്നുള്ളത് ഞങ്ങൾ കണ്ട് മനസ്സിലാക്കി. അതിനുശേഷം വീണ്ടും എന്തായാലും അവിടെ തന്നെ എന്നുള്ളത് വെച്ചിട്ടാണ് അവൻ ആൽഫയിൽ തന്നെ തുടർന്നത്. സന്തോഷമുണ്ട്. അത് ആൽഫ ഫുൾ ടീമിന്, റോജർ സാറിനും ഞങ്ങളുടെ ടീച്ചേഴ്സിനും എല്ലാവരോടും വളരെ നന്ദി പറയുകയാണ്. അവൻ വിജയിച്ചത് ഈ ലെവലിൽ ഇങ്ങനെ മാർക്ക് ഇത്ര വാങ്ങിയത് തന്നെ ആൽഫയുടെ അവൻ്റെ കഴിവുണ്ടെങ്കിൽ പോലും അതിലൂടെ സപ്പോർട്ട് തന്നെ ആൽഫയിലുള്ള എല്ലാവരുടെയും അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. അതെ, ആലപ്പുഴയുടെ അഭിമാനമായി, തലമുറകളുടെ വഴികാട്ടിയായി തലയെടുപ്പോടെ ആൽഫ എന്നും നിലനിൽക്കും. ഇത് ഞങ്ങൾ നിങ്ങൾക്ക് തരുന്ന ഉറപ്പ്.